നാലാമത്തെ ടോപ്പിക്കാണ്. ദ ടോപ്പിക് ഇസ് അബൌട്ട് അഡൾട്രേഷൻ. എന്താണ് അഡൾട്രേഷൻ? മായം ചേർക്കൽ അല്ലേ? മായം ചേർക്കൽ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മുളക് പൊടിയിൽ നമുക്കറിയാം ഇഷ്ടിക പൊടിച്ചു ചേർക്കുന്നത്, തേയിലയിൽ നമ്മുടെ കുരുമുളകും അതുപോലെ തന്നെ എന്തെങ്കിലും കുരുക്കളൊക്കെ പൊടിച്ചു ചേർക്കുന്നത് എല്ലാം തന്നെ മായം ചേർക്കലാണ്. എന്തിന്? നമ്മൾ കുടിക്കുന്ന പാലിൽ അമിതമായ അളവിൽ വെള്ളം ചേർക്കുന്നത് പോലും എന്ത് തന്നെയാണ്? മായം ചേർക്കലാണ്. അപ്പോൾ ഈ മായം ചേർക്കൽ കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. Now we are going to have a look about adulteration. Okay. അപ്പോൾ അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല പിക്ചേഴ്സും വരും അല്ലേ? പല അഡൾട്ടേർഡ് ഫുഡും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. പ്രധാനമായിട്ട് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ടീ, ഡസ്റ്റ് സബ്സ്റ്റൻസസ് ദാറ്റ് റിസംബിൾ ദം ആർ ആഡഡ് ആസ് അഡൾട്രൻറ്റ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കളർ കൊണ്ടായിരിക്കാം, അതിൻ്റെ ടെക്സ്ചർ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ടെർമറിക്കിലൊക്കെ ആണെങ്കിലും മഞ്ഞ കളറിൽ ഈ ഫ്ലവേഴ്സിൻ്റെ എല്ലാം ഡസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അഡീഷൻ ടു സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസ് ടു ഫുഡ് ഐറ്റംസ് ഇസ് കോൾഡ് അഡൾട്രേഷൻ. അഡീഷൻ ഓഫ് സിമിലർ ചീപ്പ് and poor quality substances to food items is called adulteration. എന്താണ് മായം ചേർക്കൽ? ഒരേ തരത്തിലുള്ള ക്വാളിറ്റി കുറവുള്ള ചീപ്പായിട്ട് അവൈലബിൾ ആയ ഫുഡ് ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്യുക. മുളക് പൊടിയിലേക്ക് ഇഷ്ടിക പൊടിച്ച് ചേർക്കുന്നത് ഒരു ഉദാഹരണമാണ്. Selling food items after the removal of its quality components and unauthorized addition of colors to the food items to give the appearance of quality can also be branded as adulteration. So, ഇങ്ങനെ ലോ ക്വാളിറ്റി സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഫുഡ് എന്താ പറയുന്നത്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നിരോധിച്ചിട്ടുള്ള പല കളേഴ്സും ആഡ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഗുണനിലവാരം ഉണ്ട് എന്ന് ഉപഭോക്താവിനെ എന്താ പറയുക ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മൾ ഒരു സാധനത്തെ രൂപാന്തരപ്പെടുത്തിയാൽ അതും എന്ത് തന്നെയാണ്? ഈ ഒരു മായം ചേർക്കലിൽ പെടും കേട്ടോ. സോ മെനി ഓഫ് ദ ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം മേ ബി അഡൾട്രേറ്റഡ്. So, while selecting the food items, maximum quality should be ensured. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഡൾട്രേഷൻ ഇൻ ഹണി. തേനിൽ എങ്ങനെയാണ് അഡൾട്രേഷൻ നടക്കുന്നത് നോക്കിയാലോ? അഡൾട്രേഷൻ ഇൻ ഹണി. Adulteration in honey is a significant concern in food industry. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോളിയം കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മായം ചേർക്കലുകൾ വ്യാപകമായിട്ട് നടക്കുന്നത്. സോ പ്യുവർ ഹണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ പ്യുവർ ഹണി എല്ലാവർക്കും മേടിക്കാൻ പറ്റണമെന്നില്ല അല്ലേ? ഹൈ റേറ്റ് ആയതുകൊണ്ട് തന്നെ പ്യുവർ ഹണി എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. സോ സാധാരണഗതിയിൽ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി അല്ലെങ്കിൽ നമ്മുടെ ജാഗ്രി സൊല്യൂഷൻ, ശർക്കരപ്പാനി, ഇതെല്ലാമാണ് നമ്മൾ ഹണിയിൽ മിക്സ് ചെയ്യുന്നത്. ഈ ശർക്കരപ്പാനിയുടെ കളറ് ഹണിയുടെ സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ആഡ് ചെയ്ത് ചേർത്താൽ അറിയില്ല. അതുപോലെ ഷുഗറിൻ്റെ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കളറ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് സിമിലർ കളർ ആയതുകൊണ്ട് തന്നെ മായം ചേർത്തതാണെന്ന് പെട്ടെന്ന് ഒരു കൺസ്യൂമറിന് മനസ്സിലാകണമെന്നില്ല. സോ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് നോക്കാം. അവിടെ വേണ്ടത് കോട്ടൺ വിക്ക് ഹണി ആൻഡ് ലൈറ്റർ. അപ്പോൾ ഒരു കോട്ടൺ നമ്മൾ തിരി കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നൂല് അല്ലെങ്കിൽ ആ ഒരു തുണി എന്ത് ചെയ്യുക? ഹണിയിൽ മുക്കുക, എന്നിട്ട് കത്തിക്കുക. നന്നായി കത്തുന്നുണ്ട്. ഒരു ക്രാക്ലിംഗ് സൗണ്ടോട് കൂടിയിട്ടാണ് കത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നന്നായി കത്തിയാൽ ആ ഹണി അഡൾട്രേറ്റഡ് അല്ല, നല്ല ഹണിയാണ്. ഇനി അതൊരു ക്രാക്ലിംഗ് സൗണ്ടോട് കൂടിയിട്ടാണ് വരുന്നതെങ്കിലോ ആ ഹണി അഡൾട്രേറ്റഡ് ആണ്. ആ സൗണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? The crackling sound is formed due to the presence of water in the sugar or jaggery solution added to honey. അപ്പോൾ സാധാരണ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ, നോർമലായിട്ട് കത്തിക്കഴിഞ്ഞാൽ ആ ഹണി അഡൾട്രേറ്റഡ് അല്ല. ഒരു ക്രാക്ലിംഗ് സൗണ്ടോടെയാണ് കത്തുന്നതെങ്കിൽ ഇറ്റ് ഈസ് അഡൾട്രേറ്റഡ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെയും നമ്മൾ എടുക്കുന്നത് എന്ത് തന്നെയാണ്? ഗ്ലാസ്, വാട്ടർ ആൻഡ് ഹണി. പ്യുവർ ഹണി വെള്ളത്തിലേക്ക് ഒഴിക്കുക. പ്യുവർ ഹണി താഴെ സെറ്റ് ഡൗൺ ചെയ്താൽ അത് പ്യുവർ ആണ്. ഇനി ആ ഹണി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാലോ അത് പ്യുവർ അല്ല. അതിൽ ഈ പറയുന്ന പോലെ ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ ജാഗ്രി സൊല്യൂഷനോ ഉണ്ട് എന്നാണ് അർത്ഥം.
ഇനി കാണാൻ പോകുന്നത് adulteration in certain food items and the methods to identify them. ഏറ്റവും ആദ്യം കാണുന്നത് ഏത് വസ്തുവാണ്? ഇറ്റ് ഈസ് അബൌട്ട് ടേമറിക്, മഞ്ഞൾ. ഒരു ഗ്ലാസ് ടംബ്ലർ വെള്ളം എടുക്കുക, കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കളറ് അതിന് താഴെ വരെ സ്പ്രെഡ് ആയാൽ അത് അഡൾട്രേറ്റഡ് ആണ്. കാരണം സിന്തറ്റിക് ഡൈ ആണെങ്കിൽ മാത്രമേ ഫുള്ളായിട്ട് സൊല്യൂഷൻ എന്താവുള്ളൂ, മഞ്ഞ കളർ ആവുള്ളൂ. അഡൾട്രേറ്റഡ് അല്ല, നല്ലതാണെങ്കിലോ ടേമറിക് പൗഡർ താഴെ വന്ന് സെറ്റ് ഡൗൺ ചെയ്യും, അങ്ങനെ കളർ സ്പ്രെഡ് ചെയ്യില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. എത്ര വില കൊടുത്ത് വാങ്ങിയാലും മായം ചേർക്കപ്പെടാത്ത കോക്കനട്ട് ഓയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആട്ടി തന്നെ എടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ വിപണിയിൽ കാണുന്ന പല ഓയിൽസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വില കൂടുതലാണെങ്കിലും നമ്മൾ വാങ്ങിയാൽ അതും മായം ചേർത്താന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വിലയിലല്ല കാര്യം, ഗുണനിലവാരം ഉറപ്പുവരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മായം ചേർക്കൽ തിരിച്ചറിയേണ്ടത്, പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് നോക്കാം. ഒരു ടംബ്ലറിൻ്റെ ഹാഫ് കോക്കനട്ട് ഓയിൽ എടുക്കുക, അത് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. ഇഫ് ദ കോക്കനട്ട് ഓയിൽ ഇസ് പ്യുവർ, വെളിച്ചെണ്ണ പ്യുവർ ആണെങ്കിൽ അത് ഇറ്റ് വുഡ് ഹാവ് ഫ്രോസൺ കംപ്ലീറ്റഡ് ഐസായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നാൽ അതിലേക്ക് മറ്റെന്തെങ്കിലും ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ അഡൾട്രൻ്റ് ഓയിൽ വിൽ ഫ്ലോട്ട് എബൌട്ട് ദ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൻ്റെ മേലെ വേറൊരു പാളിയായിട്ട് ഈ ഒരു എന്താണോ മായം ചേർത്തത് ആ സാധനം സെപ്പറേറ്റ് നിൽക്കും. നമുക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അസഫോറ്റിഡ, ഈ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ കേസിലാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നോക്കിയാലോ. സോ ഒരു പീസ് അസറ്റോഫിഡ് എടുക്കുക, സ്പൂൺ എടുക്കുക, ബേൺ ചെയ്യുക. അത് ക്യാംഫറൊക്കെ പോലെ കത്തുന്നില്ല എങ്കിൽ അത് അഡൾട്രേറ്റഡ് ആണ്. അപ്പോൾ മായം ചേർത്തതല്ലെങ്കിലോ ക്യാംഫർ പോലെ കത്തിത്തീരണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടാലോ. യെസ്, സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ കാണാം. അപ്പോൾ എക്സാം പോയിന്റ് ഗൈഡിൽ നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഒന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. നമ്മുടെ ഗൈഡിൽ പേജ് നമ്പർ 98 ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ അഡൾട്രേഷനായിട്ട് മായം ചേർക്കലായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ ഒരു ശർക്കരയുടെ ഒരു കവറിൽ നിങ്ങൾക്ക് കാണാവുന്നത് കൂടുതൽ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് 3500 കിലോ അഡൾട്രേറ്റഡ് ശർക്കര പിടിച്ചെടുക്കുവാണ്. ഇതിൽ അവർ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് റോഡോമിൻ ബി എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡൈ, ആർട്ടിഫിഷ്യൽ ഡൈ ആണ്. ഇതിന് നമ്മൾ ഫാബ്രിക്സിനൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡൈ ആണ് ഇതിൽ ചേർത്തതായിട്ട് അവർ കണ്ടുപിടിച്ചത്. ഓർക്കേണ്ട കാര്യം, ദ പ്രസൻസ് ഓഫ് ദിസ് റോഡോമിൻ ബി ഈവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഇൻ ആ ബോഡി ക്യാൻ കോസ് ഫേറ്റൽ ഡിസീസ് ലൈക്ക് ക്യാൻസർ. മാരകമായ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വളരെയധികം മാരകമായിട്ടുള്ള ഒരു സിന്തറ്റിക് ഡൈ ആണ് നമ്മൾ ഈ ഒരു ജാഗറിയിൽ ചേർത്തിരിക്കുന്നത്. സോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്, വൈ ഈസ് റോഡോമിൻ ബി ആഡഡ് ടു ജാഗറി? അതിൻ്റെ കാരണം എന്തായിരിക്കും? ടു ഇംപ്രൂവ് ഇറ്റ്സ് കളർ, ശർക്കരയ്ക്കുള്ള ആ ഒരു ബ്രൗൺ കളർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ ഹാം ഇൻ ആഡിങ് റോഡോമിൻ ബി? ഇതിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്കറിയാം ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിന് വരെ ഡാമേജ് ഉണ്ടാക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർക്ക് ക്യാൻസറും മാരകമായ ബ്രെയിൻ രോഗങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ജാഗറി കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാരി ഔട്ട് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് and find out the adulteration food items like turmeric powder, coconut oil, asafoetida available at your home. Tabulate your observations and inferences. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ ആക്ടിവിറ്റീസ് ആണ്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി 12ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ടീസ് ഓർ പോസ്റ്റർ ടു ഡിസമിനേറ്റ് ദ മെസ്സേജ് അഡൾട്രേഷൻ ഇസ് എ സോഷ്യൽ ഈവിൾ. ഒരു സാമൂഹ്യ വിപത്താണ് മായം ചേർക്കൽ. അതൊരു സമൂഹത്തെ തന്നെ ഇല്ലാതെയാക്കുന്നുണ്ട് അല്ലേ. സ്വന്തം തെറ്റുകൊണ്ടല്ല, കാശ് കൊടുത്ത് വാങ്ങുന്ന ഫുഡ് ഐറ്റംസിൽ ഈ മായം ചേർക്കപ്പെട്ടത് കൊണ്ട്, സ്വന്തം തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും ഒരു ജനത നശിച്ചു പോകാൻ, ഇല്ലാതാവാൻ, മാരക രോഗങ്ങൾക്ക് അടിപ്പെടാൻ ഇടയാക്കുന്ന
കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഇതൊരു പോസ്റ്ററായിട്ട് ചെയ്തെടുക്കാനും പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ മിസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഭംഗിയായിട്ട് പോസ്റ്റേഴ്സ് എഴുതി എന്തെങ്കിലും സ്ലോഗൻസ് ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലോഗൻ ഇങ്ങനെയാണ്: അഡൾട്രേഷൻ എ പോയ്സൺ ഇൻ യുവർ ഫുഡ്, അഡൾട്രേഷൻ ഇസ് എ സോഷ്യൽ ഈവിൾ. ഇതുപോലെ ഏതൊരു ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ലൊരു കാമ്പുള്ള മെസ്സേജും നിങ്ങൾക്ക് ഇതിനൊപ്പം കൊടുക്കാവുന്നതാണ്.